ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ വണ്ടി കുറേ നാൾ പണിപ്പുരയിലായിരുന്നു. ഞാൻ ഡിപ്രഷനിൽ. കാരണം വണ്ടി എടുത്തേ പിന്നെ ആദ്യമായിട്ടാണ് ഞാനും വണ്ടിയും ഇത്രയും നാളും മാറി നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ പാർട്ട്ണറെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളത് ആഘോഷിക്കാൻ വേണ്ടി നേരെ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുല്ലൂറ്റ് പാലത്തിന് താഴെയുള്ള ഈവരയിലേക്കാണ്. ആദ്യം ഈവര ടീ ഹൗസ് എന്നായിരുന്നു പേരെങ്കിലും ഇപ്പോൾ അത് ഈവര ഫുഡ് വില്ലേജ് എന്നായി. ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ എന്ന് വേണ്ട പ്രത്യേക സീ ഫുഡ് സെക്ഷനും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പഴംപൊരിയും ബീഫും കോഫിയാണ് കേട്ടോ. പിന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ ആക്രാന്തത്തിൽ ഈവരയിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്ന് ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് വായിനോട്ടാണ്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണെന്ന് ചുമ്മാ നോക്കിയിരിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് മെനു കാർഡ് നോക്കിയിരിക്കും. ഒരു കാര്യമില്ല. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. മീൻ പൊളിച്ചത്, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മീൻ പൊളിച്ചതിൻ്റെ മസാലേൻ്റെ പൊന്ന് സാറേ ഒരു രക്ഷയില്ല. സൂപ്പർ കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെ. നല്ല അടിപ്പൻ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 100% ഗ്യാരണ്ടി തരുന്ന ഒരു ഐറ്റമാണ് മീൻ പൊളിച്ചതും അതിൻ്റെ മസാലയും. അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കൂട്ടി നോക്കിയപ്പോഴും ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തു. അടുത്ത നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. എൻ്റെ ഒപ്പം നൈറ്റ് റൈഡ് വരെ ഫുഡും കഴിക്കുക. പക്ഷേ ക്യാമറയിൽ മുഖം കാണിക്കാൻ പാടില്ല. എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. അത് അതിലും ഗംഭീരം. മുഖം കാണാതിരിക്കുകയാണെങ്കിൽ മുഖമല്ലേ മറക്കേണ്ടത്. ഹെൽമെറ്റ് വെച്ച് ബാക്ക് മറിച്ചേക്കാണ്. ഇത്ര ബുദ്ധിയില്ലാതെ കഴുതായി പോയല്ലോ ദൈവമേ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു മിന്നാരത്തിൽ നമ്മുടെ കുതിരോട്ടം പപ്പുച്ചേട്ടൻ്റെ ഡയലോഗാണ് തിലകൻ ചേട്ടനോട് പറയുന്നത്. തുറക്കൂലടാ പട്ടീന്ന്. ഇനിയും ഞാൻ ക്യാമറ വെച്ചുകൊണ്ടിരുന്ന എൻ്റെ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടാന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവിടുത്തെ ആംബിയൻസ് ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. ഈ രാത്രി സമയത്ത് അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ കായൽ തീരും, ആ ലൈറ്റ് എഫക്റ്റും എല്ലാം കൂടി ഭയങ്കര ഒരു മൂഡാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും സന്തോഷം വന്നാലും സങ്കടം വന്നു കഴിഞ്ഞാലും ആദ്യം ചെന്നിരിക്കുന്ന അവിടെയാണ്. ഇവരെ പണി തുടങ്ങുന്ന സമയം തൊട്ടേ ഞങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. പലപ്പോഴും റീൽസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോകാറുണ്ട്. പക്ഷേ കുറച്ചധികം തിരക്കായി തുടങ്ങിയപ്പോൾ ആളുകളുടെ. പിന്നെ വണ്ടി കിട്ടിയത് മാത്രമല്ല കേട്ടോ, കൃഷിൻ്റെ നാടകത്തിന് ഫസ്റ്റ് A ഗ്രേഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ കൂടിയാണ്. അപ്പോൾ രാത്രി 11 മണിയായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വീട് കയറാനുള്ള സമയമായി. അപ്പോൾ ടാറ്റാ ബൈ.